ഓപ്പറേഷൻ തൂഫാൻ അത് കേൾക്കുമ്പോൾ തന്നെ ചെന്നിത്തലയുടെ മുഖം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണല്ലേ. ഒരു പക്ഷേ ചാർജ് എടുത്ത് അധികം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് ലഹരി അടിമകളെ, ലഹരി കച്ചവടക്കാരെ ഒക്കെ തൂക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു സമയത്താണ് തൊപ്പി എന്ന് പറയുന്ന ഇൻഫ്ലുവാണത്തിന്റെ ഒരു കഥ പുറത്തു വരുന്നത്. MRZ ഗ്യാങ് അടിച്ചു പിരിഞ്ഞതോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല നഗ്ന സത്യങ്ങളും പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ജനം TV പുറത്തുവിട്ട ഈ വാർത്തയുടെ ഒരു ഭാഗം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കണം കേട്ടോ. യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. തൊപ്പി ലഹരി സൂക്ഷിച്ചു എന്നാണ് പരാതി. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു. നിഹാദിന്റെ മാർസെറ്റ് ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ് ഷമീർ എന്നിവരാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ഷമീർ ഒരു വീഡിയോ അങ്ങ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് തൊപ്പിയുടെ വീടിനകത്ത് നിന്നും കഞ്ചാവ് പുറത്തെടുക്കുന്നത്. അതുകൂടാതെ തന്നെ മെത്ത് എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥം തൊപ്പി ഉപയോഗിച്ചത് നേരിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ. പക്ഷെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് അറിഞ്ഞില്ലേ എന്നുള്ളതാണ് ചോദ്യം. തൊപ്പി തനിക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മാനനഷ്ട കേസിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുള്ളത്. പകരം എന്തുകൊണ്ട് കേരള പോലീസ് തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് വലിയൊരു ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഇങ്ങനെയുള്ള ഇൻഫ്ലുവാണങ്ങളൊക്കെ പിടിച്ച് അകത്തിടണം. പണ്ടേ ഞാൻ പറഞ്ഞതാണ്, ഇവന് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ആരാധകർ മൊത്തം എന്നുള്ളത്. അത് തന്നെ ഷമീറും ഒക്കെ ഇപ്പൊ ആവർത്തിക്കുക എന്നുള്ളതാണ്. പ്രണയം നടിച്ചിട്ട് പോലും എന്തൊക്കെയോ വൃത്തികേടുകൾ തൊപ്പി കാണിച്ചെന്ന് ഇവൻ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കുട്ടികൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, അവർ തീർച്ചയായിട്ടും വഴി തെറ്റിപ്പോകും. അമ്മാതിരി കുളത്തരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റൂമിൽ നിന്നും കഞ്ചാവ് എടുക്കുന്ന വീഡിയോ അത് നിങ്ങൾ കാണണം. ഷമീർ പുറത്തുവിട്ടതാണ്. ഒരു പെഗ് അടിക്കലല്ലേ, ഒരു പെഗ് എന്നല്ല, എന്താ പറയാ, ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ് അടിക്കും. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ് അല്ല അടിക്കാം മൂപ്പര്. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ് അടിക്കും അല്ലേ. കള്ളന്മാരാന്നാന്ന് വിചാരിക്കാം. പ്ലാൻഡ്, ഓക്കെ, ഇത് പ്ലാൻഡ്. അപ്പൊ അടുത്ത വേറൊന്ന് കാണിക്കും. അപ്പൊ അതും പ്ലാൻഡാന്ന് പറയണേ. ഒന്ന് പുറത്തിട്ട് കാണുന്നറിയാം. ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ മറ്റേതാ അനാൻസാന്റെ കൊടുത്തോളാം. എന്താ ഈ കളിക്കുന്നത്? പ്ലാൻ ചെയ്തിട്ട് അതിനെ ബുദ്ധി, അതന്നെയാണ് ബുദ്ധി. ഓക്കെ, അവരുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് ആണ് ഇപ്പൊ പുറത്തെടുത്തിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കാര്യത്തിന് തൊപ്പി പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് കേൾക്കണം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പോ ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്കത്. എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവര് വന്ന മുതലുള്ള പ്ലാൻ, ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവർ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരെയിൽ എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും വീട്ടിൽ ഉള്ള സമയത്ത് തന്നെ. എന്തൊക്കെ നാളെ ഒരു മനുഷ്യ പറയാം, വീട്ടിന്റെ താഴെ ഞാനും കൊന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവർ ഓരോന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയിരുന്നു. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് എന്റെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ല. ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല. ഈ നാടിനെ നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളൊക്കെ പിടിച്ച് അകത്തിടണം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് ഒരു സെൻട്രൽ ജയിൽ കൂടി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത്രമാത്രം ക്രിമിനൽസ് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും പിടിച്ച് അകത്തിടുക തന്നെയാണ് വേണ്ടത്. ഇതെന്തൊരു വലിയ ഊളത്തരാണല്ലേ. ഇവർ തെറ്റിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിയുന്നതിൽ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരുന്നു. ഡ്രഗ്, പിന്നെ ലഹരി പദാർത്ഥങ്ങള്, പിന്നെ പെണ്ണുപിടി, പിന്നെ കുണ്ടനടി, അങ്ങനെ പല വൃത്തികേടുകളും പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇവരെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ 18 വയസ്സിന് താഴെയുള്ള മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നാടിന് വിപത്താണെന്നുള്ളതാണ്. എന്തിനാടാ ഇമാതിരി ഉളത്തരം കാണിക്കുന്നത്? നല്ലതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്. നിങ്ങളൊക്കെ ഞങ്ങൾ പൊക്കി പറഞ്ഞൊരു സമയം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപാട് ആളുകളെ സഹായിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ഇവനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ പോലെ ഇവൻ ചളി വാരി എറിഞ്ഞില്ലേ. പണ്ട് ഇവന്റെ തുടക്കത്തിൽ ഏതോ ഒരു കടയിൽ നിന്നും പൈസ വാരി ഇറങ്ങി ഓടിയതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മളെല്ലാവരും ചെയ്തതാണ്. അതിനെ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ അതിനെ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇവൻ നന്നായപ്പോ, സത്യം പറയട്ടെ, ഒരാള് നശിച്ചു കാണാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. എത്ര മോശപ്പെട്ട മനുഷ്യനും നന്നായി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് നല്ലത് തന്നെ നമ്മൾ പറഞ്ഞു. പക്ഷെ പിന്നീട് ഇതാ ഈ കുറെ കൂതറകളുടെ കൂടെ കൂടിയിട്ട്, അല്ലെങ്കിൽ കുറെ കൂതറകളെ കൂടെ കൂട്ടിയിട്ട് ഊളത്തരം കാണിച്ചിട്ട് ഇപ്പൊ പ്രഹസനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുക എന്നുള്ളതാണ്. ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് സത്യം പറഞ്ഞ യൂട്യൂബിലിട്ട് കാണിക്കാൻ കഴിയില്ല. പല ആളുകളും ഇൻസ്റ്റാഗ്രാം വഴി അത് പുറത്തു വിടുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ വൃത്തികേടുകളാണ് പറയുന്നത്. ഇനി തൊപ്പി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൂടി കാണിക്കാം. പോലീസ് സ്റ്റേഷനിലുള്ളത് പരാതി കൊടുക്കാൻ വന്നതാണ്. സമാധാനത്തിലിരിക്കട്ടെ. രാവിലെ മുതൽ ഓട്ടോ
ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെ മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്, ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകള്. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർ ഇത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ചെയ്ത് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയത്. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം, അതന്നെ ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിംഗ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ച്, ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ, ഇതാണ് ഇവരുടെ മൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല, പക്ഷെ സ്റ്റിൽ സമൂഹത്തിൽ ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോ, ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതുമില്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തത് ഒരാളെങ്കിലും അത് പറഞ്ഞു തരാം. ഞാൻ പ്രണയിച്ച് അതായത് റിലേഷൻഷിപ്പിൽ പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കി ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പോ ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്കത്. എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവര് വന്ന മുതലുള്ള പ്ലാൻ ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവർ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിയുടെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരെല്ലാം എന്തെല്ലാം ഉണ്ടാവും, എന്തെങ്കിലും ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും വീട്ടിൽ ഉള്ള സമയത്ത് തന്നെ. എന്തൊക്കെ നാളെ ഒരു മനുഷ്യ പറയാം വീട്ടിന്റെ താഴെ ആരെയും കൊന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവർ ഓരോന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയിരുന്നു. ഓക്കെ, ഇത് ഒരാളെ വിശ്വാസമില്ല, നിങ്ങളെ 2 പേരെ തീരും വിശ്വാസമില്ല എന്നുള്ളതാണ്. ഇത് കേരള പോലീസ് ഇടപെടൽ നടത്തണം. നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോസ് വരുമ്പോൾ അടിയിൽ കേരള പോലീസ് എല്ലാവരും മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അന്വേഷണം അങ്ങോട്ട് പോകുന്നില്ല? ഓപ്പറേഷൻ തൂഫാൻ എന്തുകൊണ്ട് തൊപ്പിയിലേക്കും തൊപ്പിയുടെ കൂട്ടുകാരിലേക്കും പോകുന്നില്ല? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിടുന്നതിന്റെ ഇടയിൽ പലതും പറയുന്നുണ്ട്, അതുകൊണ്ട് പറയാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഇവരോട് വിദ്വേഷമൊന്നുമില്ല. ഈ നാട്ടിലെ കുട്ടികളെ വെടക്കാക്കുന്ന രീതിയിൽ ഇത്തരം ഊളത്തരങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ട്. അതല്ലാതെ ഇവർ നല്ല രീതിയിൽ കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അത്രമാത്രം ഇവന്റെ ഊളത്തരങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഒരുപാട് ആളുകൾ ഇവനെ പ്രോത്സാഹിപ്പിച്ച് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് ഉസ്താദുമാരടക്കം നന്നാവട്ടെ എന്നുള്ളത്. പക്ഷെ എന്ത് കാണിക്കാൻ ഇവൻ നന്നാവുന്നില്ല എന്നുള്ളതാണ്. ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇവൻ വളരെ മോശപ്പെട്ട രീതിയിൽ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പോയിട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കാനൊക്കെ കൂടി നമ്മളുണ്ട്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് തീട്ടാണ്, ചീഞ്ഞ് നാറിയാലും കുഴപ്പമില്ല, കൂടെ നിന്ന വൈറലാവുമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന കുറെ എണ്ണം. അത്രേ ഉള്ളൂ. ഇവിടെ ഈ വിഷയത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവനെ പോലെയുള്ള ഒരെണ്ണത്തിനെയും വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ്. അന്വേഷണം ഇവന്റെ പേരിലേക്കും കൂടി പോകണം എന്നുള്ളതാണ്. ഇവനെ സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് നാണം കെടുത്താൻ വേണ്ടി അവർ പലതും പറഞ്ഞിട്ടുണ്ടാക്കാം. അതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ നമുക്കറിയില്ല. ഇവന്റെ കയ്യിലൊക്കെ ഒരുപാട് പൈസ ഉണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ജെനുവിൻ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവരിലൊക്കെ അന്വേഷണം പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് 2K കിഡ് ഉണ്ട്, അവരെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ വീട്ടുകാർക്ക് അവരെ നോക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അവർ ഈ മൊബൈൽ ഫോണും പിടിച്ച് ഈ പറ്റാളെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് സൂപ്പർ ചാറ്റ് ഒക്കെ കൊടുക്കുന്ന ചെറിയ പയ്യന്മാരാണെന്നുള്ളതാണ്. വലിയ കോമഡിയാണിത്. ഇതൊക്കെ കേരള പോലീസ് അന്വേഷണം നടത്തണം. ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തണം. കേരള മുഖ്യമന്ത്രി പോലും ഇതിലേക്ക് ഒരു നോട്ടം നോക്കണം. കാരണം ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇവരൊക്കെ പിന്തുടരുന്നത്. അവരൊക്കെ മോശമായ രീതിയിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ ഷമീറൊക്കെ ഈ മെത്ത് ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ചിട്ട് പോലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വീഡിയോയിലൊക്കെ. അതൊക്കെ കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ആവാൻ ഇതൊക്കെ സംഘടിപ്പിച്ച് അവർ അതുപോലെ യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സമൂഹത്തിന് വിപത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്യേണ്ടത് ആ മൊത്തം കൂട്ടത്തിനെയാണെന്നുള്ളതാണ്. ഊളത്തരാണ് കാണിക്കുന്നത്, ഊളത്തരം. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. പരമാവധി ഷെയർ ചെയ്യുക. കേരള പോലീസിന് മുന്നിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.